മനസ്സന്മാരെ, ഞാൻ മജീദാണ്. ഒരു മാതാവിനെ ഒരു കുട്ടി വെട്ടി കൊന്നിക്കുകയാണ്. ഇവിടെ താമരശ്ശേരി ഭാഗത്താണ്. അത് കാരണം അത് മയക്കുമരുന്നിന് ആ കുട്ടി അടിമ ആയിട്ട് എന്നുവെച്ചാൽ സ്വയബുദ്ധി ഇല്ലാതെയാണ് ആ കുട്ടി അങ്ങനെ ചെയ്തിരിക്കുന്നത്. ആ കുട്ടീൻ്റെ ഫോട്ടോ കണ്ടിട്ട് എന്ന് വെച്ചാൽ ഒരു +2 പഠിക്കണ പ്രായമാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഫോട്ടോ ഒന്ന് കാണിച്ചു തരാം. താമരശ്ശേരി കൈതപ്പൊയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അത് കണ്ടില്ലേ നിങ്ങൾ? എനിക്ക് രക്ഷിതാക്കളോട് ഒരു കാര്യമാണ് പറയാനുള്ളത്. നിങ്ങളെ കുട്ടികളെ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചോളൂ. കാരണം അവർ സ്കൂൾക്ക് പോകുമ്പോഴും അതേമാതിരി സ്കൂൾ വിട്ട് വരുമ്പോഴും അവരുടെ ബാഗ്, പ്രത്യേകിച്ച് അവരുടെ ബാഗ്, അതേമാതിരി അവർ പിന്നെ കളിക്കാനൊക്കെ എങ്ങനെയും പോകുമ്പോൾ നിങ്ങൾ പ്രത്യേകം അവരെ വാച്ച് ചെയ്തോളൂ. അല്ലെങ്കിൽ നമുക്ക് ഇതേമാതിരി വന്നു കഴിഞ്ഞാൽ നമുക്കത് താങ്ങാൻ കഴിയൂല. ഈ അവസരത്തിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കുട്ടികൾ ഏറിപ്പോയാൽ +2 വരെയാണ് പഠിക്കുന്നത്. അത് കഴിഞ്ഞാൽ ചില കുട്ടികൾ +2 പഠിപ്പ് സ്റ്റോപ്പ് ചെയ്യും. അല്ലാത്ത കുട്ടികളാണ് പിന്നെ ഡിഗ്രി ആയിക്കാണ്ട് വേറെ എന്തെങ്കിലും സർക്കാർ ജോലി കിട്ടുമോ എന്നുള്ളതിന് പിന്നെ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും സർക്കാർ ജോലി കിട്ടണില്ല. പിന്നെ ഈ +2 വരെ പഠിച്ച കുട്ടികൾ അവർക്ക് ഒരു ജോലിയും ഇല്ലാതെ അവർ അലഞ്ഞ് തിരിഞ്ഞുകാണ്ട് എന്നുവെച്ചാൽ സെറ്റ് കൂടിയാണ്ട് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ്. ഞാനിത് വെറുതെ പറയാല്ല. ഒരു +2 പഠിക്കുന്ന ഒരു കുട്ടി ചിലപ്പോൾ +2 വരെ പഠിച്ചുകാണ്ട് വെച്ചാൽ സ്കൂൾ നിർത്തിയ ഒരു കുട്ടി എന്നോട് പണി ചോദിച്ചു. കാരണം എനിക്ക് വീടിൻ്റെ സിമെൻറ്റ് തേപ്പിൻ്റെ വർക്കാണ്. അപ്പോൾ ഞാൻ ആ കുട്ടീനോട് ഞാൻ പറഞ്ഞു, എന്നുവെച്ചാൽ ഞങ്ങളപ്പം കൊണ്ടുപോകാൻ പറ്റൂല പറഞ്ഞു. അത് കാരണം എന്താണ്, ഞാൻ അത് എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് കേട്ട് നിങ്ങൾക്കത് മടുത്തുക്കും. എന്നാലും ഞാൻ പറയാണ്, 8 കൊല്ലം മുന്നേ ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ തേപ്പ് 80,000 ഉറുപ്പിക കിട്ടിയിരുന്നു. ഇപ്പോഴും അത് കിട്ടണില്ല. കാരണം എന്താണ്, ഈ മൊത്തം കരാർ എടുക്കണ ഈ മലയാളി കോൺട്രാക്ടർമാർ എല്ലാവരും ഇല്ല, ചില ആൾക്കാർ ഇവിടെ ആദ്യം വന്ന ബംഗാളികൾക്ക് 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ തേപ്പ് 50,000, 55,000, 60,000 ഉറുപ്പികക്ക് കൊടുക്കുകയാണ്. അവരെന്നിട്ട് അവരുടെ നാട്ടിൽ നിന്ന് പണിക്കാരെ കൊടുക്കാണ്ട് അവർക്ക് റൂം കൊടുക്കുക, പിന്നെ മാസ ശമ്പളം ആയിക്കാണ്ട് 12,000, 13,000 ഉറുപ്പിക കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ റേറ്റിന് എടുക്കണേ ആ ബംഗാളിക്കമ്മ മെച്ചമുണ്ടാവും. പിന്നെ അവരുടെ നാട്ടിൽ 350, 450 ഉറുപ്പിയാണ് കൂലി. അവിടെ അരി പച്ചക്കറിക്ക് വില കമ്മിയാണ്, നമ്മളവിടെ വില കൂടുതലാണ്. എന്നിട്ട് കൂലിപ്പണിക്ക് നിന്ന് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഉള്ള പണി ഉണ്ടാകാം. അതുകൊണ്ട് ഗതി മുട്ടിയിട്ടാണ് ഈ റേറ്റിന് പോയിക്കാണ്ട് ഇഞ്ഞപ്പോലത്തെ ആൾക്കാർ, ഞാൻ മാത്രമല്ല ഇഞ്ഞപ്പോലത്തെ ആൾക്കാർ പണിയെടുത്തിട്ട് പണിക്കാരെ കൂലി കൊടുത്താൽ ലാസ്റ്റ് ആ പണിമേ ഒന്നും ഉണ്ടാവില്ല. എന്നുവെച്ചാൽ 170% പെരക്കാരും മാന്യമായ റേറ്റിന് കോൺട്രാക്ടർമാർക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ 30% പെരക്കാരാണ് ഈ ചെറിയ റേറ്റിന് ഇതേമാതിരിയിലെ ചെറിയ റേറ്റിന് എടുക്കുന്ന ബംഗാളികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ചെറിയ റേറ്റിന് എടുത്തിട്ട് ഇഞ്ഞപ്പോലല്ലേ മേസ്തിരിമാർ എന്താണ് കാണുന്നത്, പണിക്കാർ പണ്ടൊക്കെ ഒരു 10 കൊല്ലം മുന്നൊക്കെ ഒരു മേസ്തിരിക്ക് ഒരു ഹെൽപ്പർ ചെയ്യുന്നു. ഇപ്പോൾ ഈ ചെറിയ റേറ്റായിട്ട് ഞങ്ങൾ 3 മേസ്തിരിമാർക്ക് ഒരു ഹെൽപ്പർ, അല്ലെങ്കിൽ 4 മേസ്തിരിമാർക്ക് ഒരു ഹെൽപ്പർ, അങ്ങനെയാണ് പണി ഒപ്പിച്ച് കൊണ്ടുപോകുന്നത്. പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഈ +2 വരെ പഠിച്ച ആ കുട്ടിയോട് പണി ചോദിച്ചിട്ട് പിന്നെ എങ്ങനെയാണ് പണി കൊടുക്കുക, മനസ്സിലായില്ലേ? പിന്നെ ഈ ബംഗാളികളൊപ്പം വെച്ചാൽ നമ്മളെ മലയാളീസ് നമ്മളെ വെച്ചാൽ +2 വരെ പഠിച്ച കുട്ടികൾ ബംഗാളിൻ്റെ ഒപ്പം പണിക്ക് പോകില്ല. കാരണം വെച്ചാൽ അവർ ബംഗാളി വർത്താനം ഇവർ വെച്ചാൽ നമ്മളെ കുട്ടികൾ മലയാളമല്ല ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പണിൻ്റെ ഇതിൽ സിമെൻറ്റും വടിയൊക്കെ ചോദിക്കുമ്പോൾ ഭാഷ അറിയാത്തതുകൊണ്ട് വെച്ചാൽ ഓലപ്പം പോകാൻ കഴിയൂല. എനിക്ക് എല്ലാവരും മാതിരി പറഞ്ഞു വെച്ചാൽ നല്ല രീതിയിൽ പറഞ്ഞു തരാനൊരു കഴിവ് എനിക്കില്ല. എന്നാലും എനിക്ക് വയ്ക്കണ മാതിരിയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ പണി തൊരല്ലാത്ത ഈ +2 വരെ പഠിച്ചുകൊണ്ട് നിർത്തിയ കുട്ടികൾ, എല്ലാ കുട്ടികളും ഇപ്പോൾ പറയുന്നില്ല, ആ കുട്ടികൾ ഇങ്ങനെ സെറ്റ് കൂടിയാണ്ട് ഒരു പണി തൊരം ഇല്ലാതെ ഇതേമാതിരിയാണ് ഈ മയക്കുമരുന്നിൻ്റെ അടിമ ആകുന്നത്. ഈ കള്ളുകൂടി ആ സെറ്റിക്ക് പോകുന്നത്, അതേമാതിരി സിസർ വലി, അതേമാതിരി കഞ്ചാവ് വലി. ചുരുക്കി പറഞ്ഞാൽ
ഞാൻ ഇതിൽ റേറ്റ് കമ്മി എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ പറയും മലയാളി മടിയന്മാരാണ് പറയും. മടിയന്മാരിലെ പണിക്കാരുണ്ട്, എന്നാൽ മടിയില്ലാത്ത എന്നെപ്പോലെയുള്ള പണിക്കാരുണ്ട്. പിന്നെ ഈ ലോകത്തിൽ പിന്നെ വെച്ചാൽ കൂടുതൽ പേരും മടിയന്മാർ തന്നെയാണ്. അത് മലയാളി എന്നല്ല, അത് ബംഗാളി ആയാലും തമിഴനായാലും അത് ഇനി അമേരിക്കത്തെ പൗരന്മാരായാലും ഇനിയിപ്പോൾ സൗദി അറേബ്യത്തെ പൗരന്മാരായാലും മനുഷ്യന്മാരിൽ മടിയുള്ള ആൾക്കാർ കുറേ ഉണ്ട്. അത് മലയാളി എന്നല്ല. നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങളെ അയൽവാസി പണിക്കാരൻ എന്ന് വെച്ചാൽ നിങ്ങളെ പിന്നെ പണിയെടുത്ത് കഴിഞ്ഞാൽ 2 ദിവസം പണിയെടുത്തുകൊണ്ട് പിന്നെ ലീവാക്കുമ്പോഴാണ് നിങ്ങൾക്ക് തോന്നുന്നത് മലയാളി മടിയന്മാരാണ്. അങ്ങനെയൊന്നുമല്ല. ഞാൻ ബംഗാളിനെ വെച്ചുകൊണ്ട് ഞാൻ പണിയെടുത്തിരുന്നു എന്ന് വെച്ചാൽ കുറച്ച് മുന്നേ. അതിൽ പിന്നെ രാവിലെ പിന്നെ വെച്ചാൽ അങ്ങാടിക്ക് ഇവിടെ കാളിയാവ് അങ്ങാടിക്ക് ചെല്ലുമ്പോൾ എല്ലാ പണിക്കാരും ഉണ്ടാവില്ല. അതിൽ 2-3 ആൾ പിന്നെ ഓലെ അങ്ങാടിയിൽ കാണൂല. അപ്പോൾ ഓലെ റൂമിക്ക് പോകുമ്പോൾ പറയും മജീദ് വാ ഇവിടെ എന്താ ഭയങ്കര വേദനയാണ് അറിയും. അതിൽ വേദന കുറച്ചുണ്ടാവും, പക്ഷേ അതിൽ കൂടുതലും മടി ഉണ്ടാവും. അപ്പോൾ മലയാളി മാത്രമൊന്നുമല്ല മടിയന്മാർ, ബംഗാളി മടിയുള്ള ആൾക്കാരുണ്ട്. പക്ഷേ മടിയില്ലാത്ത ആൾക്കാരും ഉണ്ട്. ബംഗാളി ഉണ്ട്, മലയാളി ഉണ്ട്, തമിഴനുണ്ട്, എല്ലാവരും ഉണ്ട് മടിയില്ലാത്ത ആൾക്കാരും. അപ്പോൾ ഞാൻ ചുരുക്കി പിന്നെ പറഞ്ഞാൽ ഈ ചെറിയ റേറ്റിന് എടുത്താൽ എന്നുവെച്ചാൽ +2 വരെ പഠിച്ചുകൊണ്ട് സ്കൂൾ നിർത്തിയ കുട്ടികൾക്ക് പണി കൊടുക്കാൻ അവിടെ ചാൻസ് ഇല്ല. കാരണം റേറ്റ് ഇല്ലാത്തതുകൊണ്ട്. എന്നുവെച്ചാൽ 3 മേശരിക്ക് അല്ലെങ്കിൽ 4 മേശരിക്ക് ഒരു ഹെൽപ്പർ വെച്ചാണ് ഇപ്പോഴത്തെ പണികൾ എടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ തന്നെ കൂലി വെക്കണില്ല. എന്നാൽ ശരി, ഇപ്പോൾ 7 മിനിറ്റും ചില്ലറിയും ആയി പിന്നെ ടൈം, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങളെ കുട്ടികളെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഓക്കെ.